ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഒഴിച്ചുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് വെളിയിലോട്ട് വന്ന്, അപ്പോൾ അതിനെ ഒന്ന് വിടുവിച്ചത്, അല്ലെങ്കിൽ രണ്ടും കൂടെ ജോയിൻ്റ് ആവത്തില്ലേ. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നത് മസാല ഇഡലി ടിഫിന് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി ഒഴിക്കട്ടെ. അവന് കുടിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൺഡേയിലത്തെ ഇച്ചിരി വിശേഷങ്ങളും കാണിക്കുന്നുണ്ടേ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം എന്നും ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്നിടത്തല്ലായിരുന്നു ഇപ്രാവശ്യത്തെ മീറ്റിംഗ്. ഇതും ഒരു പുതിയ സ്ഥലമാണ്. കണ്ട ദൈവമേ, മറ്റേതിനേക്കായി നല്ല അടിപൊളി സ്ഥലമാണ്. സെയിം നമ്മുടെ നാടാണെന്നേ ചിന്തിക്കത്തുള്ളൂ. അതുപോലെ മാവും പ്ലാവും പിന്നെ എന്താ ഇരുമ്പം പുളി, അങ്ങനെ പല പല കാര്യങ്ങളാണ്. ഞാൻ കാണിക്കാമേ. പക്ഷേ അതൊന്നും പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി ഏക്കറുണ്ടെന്ന് തോന്നുന്നു. കണ്ടാൽ നമുക്കവിടെ താമസിക്കാം. ഞാൻ പറയാമായിരുന്നു, ഇച്ചിരി ഒരു മാടം അടിച്ച് താമസിച്ചാലും നല്ല പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ശുദ്ധമായിട്ട് സെയിം നമ്മുടെ നാടിൻ്റെ കൂട്ടുള്ള ഇതാ അവിടെ താമസിച്ച അടിപൊളിയായിരുന്നു. പ്ലീസമ്മ പോയി കുറേ നേരം കൂടെ എടുത്ത ചായയാണ്. അപ്പം അത് ഞാനൊന്ന് കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പച്ചന് അവർക്കൊക്കെ ചായ കൊടുത്തു. ഇപ്പം 6:20 കഴിഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുക്കട്ടെ. ഒറ്റയടിക്ക് കുടിക്കാം, അത്രയും തണുപ്പുള്ളൂ. കാക്കകളെല്ലാം കൂടെ കണ്ട് ഭയങ്കര ചേർത്ത്. ഞാൻ നോക്കട്ടെ വെളിയിലോട്ട്. നല്ല തണുത്ത കാറ്റിങ്ങോട്ട് ജനൽ തുറന്നത്. നല്ല തണുപ്പ്. 2-3 ദിവസം തണുപ്പ് കുറവായിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ്. കുറച്ച് നേരം അവിടെ നിന്ന് കാക്കകളുടെ ശബ്ദവും ഇച്ചിരി വെളിയിലോട്ടൊക്കെ നോക്കി നിന്ന് ഇച്ചിരി നേരം അവിടെ നിന്നു. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്ലോഡിനിട്ടു. കൺവേർട്ട് ചെയ്യാനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പ്രൈസമ്മോൻ രാവിലെ കഴിച്ചിട്ടൊന്നുമല്ല പോയത്. ചില സമയത്ത് ഈ പാസ്ത മാഗി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കഴിക്കും. ഇതായപ്പം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി. പിന്നീട് വെള്ളമൊക്കെ ക്യാനിൽ വെള്ളമൊക്കെ നിറയ്ക്കണം, വെള്ളം കുടിക്കാൻ വെക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നേ. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ഞാൻ ഇത്തിരി ലേറ്റായി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം മണി 11:15 കഴിഞ്ഞു. കാരണം ഇത്തിരി ജോലികളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റേച്ചാൻ ഇന്ന് വീട്ടിൽ ഇരുന്നാൽ ജോലി ചെയ്തത്. അപ്പോൾ റേച്ചാൻ ഫോൺ വന്ന് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലെ മീനാൻറ്റിയല്ല മീൻകാരി ആൻറ്റി വിളിച്ച് പറഞ്ഞ് കേരമീനുണ്ട്, ഇച്ചിരി സാമാന്യം വലുതാണ്, വേണമെന്ന് ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ മീനിൻ്റെ അച്ചാറാണെങ്കിൽ ഓർഡർ വന്നിരിക്കും. ഇന്നും കൂടെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അപ്പം അതില്ലാഞ്ഞിട്ട് ചിക്കനാണ് ഞാൻ കൊടുത്തത്. അപ്പം ഞാൻ കേട്ട പാതി ഞാൻ പറഞ്ഞു, ഇച്ചാ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. ഞങ്ങൾ പറഞ്ഞത് വരുന്നെന്ന്. അപ്പം റീച്ചാൻ പറയുകയും ചെയ്തു, നമുക്കിത്രയും അർജൻറ്റ് ആയതുകൊണ്ട് വേണേൽ അവരിനിയും വില കൂട്ടി പറയാം. ഞാൻ പറഞ്ഞു നമുക്ക് ഒക്കെങ്കിൽ ഒതുങ്ങുന്നതാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പിന്നെ 2 ഉണ്ടായിരുന്നു. 2 കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഉടനെ അത് അച്ചാറിട്ട് ഒത്തിരി ഒന്നും കാണത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാൻ ഇന്നാളും പറഞ്ഞില്ല, വലിയൊരു മീൻ വാങ്ങിക്കുന്നത് പോലെയുള്ള ഈ 2. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ അങ്ങ് പോകുമ്പോഴേ ഇവർ കിലോ കണക്കിനല്ലായിരുന്നു. ആ ഒരു മീനിന് ഇത്ര രൂപയെന്നാണ് അവർ പറഞ്ഞത്.
എന്താണേലും 1 കിലോയേലും കിട്ടി അത് ക്ലീൻ ചെയ്ത് വരുമ്പം നമുക്ക് 1 കിലോയേലും കിട്ടിയാൽ അർജൻറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കാമല്ലേ. അപ്പം ഞാനേ മീൻകറി കുഞ്ഞ് അയല ഉണ്ടായിരുന്നു, അതൊന്ന് വെട്ടിയെടുത്തായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പൊളിച്ചത് സ്റ്റോക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി ബിസിയായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നാളെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇരിപ്പുണ്ടായിരുന്നു, ഇന്ന് ക്രഷ് ചെയ്തത്, അതാണ് ഇന്നിപ്പോൾ ഇട്ടത്. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. പെട്ടെന്ന് മീൻ കറിയും കൂടെ അങ്ങ് തയ്യാറാക്കിയിട്ട് എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്, പക്ഷേ അതൊന്നും ഞാൻ എല്ലാത്തിനും വീഡിയോ എടുക്കുന്നില്ല. എനിക്ക് കാരണം ഈ കുറേ അച്ചാറിൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ മീൻകറി ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് പ്രോൺസിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അത് ചെയ്യണം. അന്നേരം പ്രൈസമ്മ വന്നായിരുന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു ഇച്ചേരം അവിടെ ഇരുന്നിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു, എന്നിട്ട് വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു. പണ്ടുള്ളവർ പറയത്തില്ലേ എന്തോ തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണോ, അങ്ങനെ കൊണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ടമ്മ രാവിലത്തെ ഇഡലി സാമ്പാറും ഉണ്ടാകുന്ന തരാമെന്ന്. രാവിലത്തെ ഇഡലി തരട്ടെ? ഇരി ഇവിടെ. രാവിലത്തെ ഇഡലി സാമ്പാർ. ഇഡലി കഴിച്ചില്ലല്ലേ? ഇതോടെ മണപ്പിക്കുന്നേ പിന്നെ നല്ല സോഫ്റ്റ് അല്ലേ? വായിട്ടാങ്ങ് അലിഞ്ഞു പോവല്ലേ? അത്ര കുഴിഞ്ഞിരിക്കുന്ന എന്തിനാ നീ? വെള്ളം ഇത് കുടിച്ചു തീർക്ക്. നീ കുടിച്ചോ അത്രയും? അപ്പം ഞാൻ മീനിൻ്റെ അരപ്പിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചിട്ടാണ് അവൻ്റെ മുടിയൊക്കെ ചീവാൻ പോയി. അപ്പം വന്നപ്പോഴത്തേക്കിന് അരപ്പൊക്കെ തിളച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊന്ന് സ്പീഡിലാക്കിയോണ്ട് നിങ്ങൾ കാണാഞ്ഞ ഞാൻ ഇതുപോലെ മീൻ പറക്കിയിടുന്നേരം ഈ പ്രൈസ് അടുക്കള വന്നിട്ട് പറഞ്ഞു മമ്മി ഞാനൂടെ ഒന്ന് ഇടട്ടെ മമ്മി. ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന്, പിന്നെ ചിന്തിച്ചെന്നാൽ ഒന്ന് ഇടട്ടെന്ന്. ഞാൻ പറഞ്ഞു പതുക്കെ ഇടെന്നും പറഞ്ഞ് 1-2 എണ്ണം പറക്കിയിട്ട അവൻ. അന്നേരം ഇന്ന് മീൻകറി വെക്കുമ്പോഴും ഞാൻ കപ്പ ഓർക്കും, കഴിവതും കപ്പ അങ്ങ് കൺട്രോൾ ചെയ്തിരിക്കുക. അന്നാൾ ഞാൻ കപ്പ മലയാളി കടയിൽ കയറിയുണ്ടേ ഞാൻ പറഞ്ഞില്ല കപ്പ വാങ്ങിച്ചലെന്ന്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, കപ്പ ചേച്ചി വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെ ഓർക്കുന്നില്ല ഞാൻ, പക്ഷേ ചേച്ചി നോക്കുന്നത് കപ്പയിലോട്ടാണ്. സത്യം, ഞാൻ എന്ന് മീൻകറി വെക്കുമ്പോഴും കപ്പ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിക്കും. അതുകൊണ്ട് എന്തും വരട്ടെന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച ഞാൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി കപ്പ വാങ്ങിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇത് ആരെങ്കിലും എൻ്റെ അടുത്ത് വിജി കപ്പ ഇല്ലയോ എന്നൊന്ന് ചോദിച്ചാൽ മതി. ആലീസും എൻ്റെ അടുത്ത് ചോദിച്ചു വിജി ഇന്ന് കപ്പ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉടനെ നമുക്ക് കൊതി വരും. അന്നേരം ഞാൻ ചിന്തിച്ചു ഇനി മീനൊക്കെ തീരാറായി, ഇനി അടുത്ത മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കപ്പയും കൂടെ വാങ്ങിക്കാമെന്ന്. അങ്ങനെയാണ് ഇത് കേരള കടയിൽ സൺഡേ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ചു, ഞാൻ വറ്റി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചായിരുന്നു. അപ്പം ഇനി ഞാൻ ഉച്ചക്കത്തെ ഊണ് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ ഊണ് കണ്ടായിരുന്നോ? അത് ഗീതേച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഊണ് കുശാലാണല്ലോ എന്ന്. അപ്പം നല്ല കുത്തരിച്ചോറുണ്ട് കേട്ടോ. ഇത് ഒരു ദിവസത്തെ കൂട്ടാനല്ല, നേരത്തെ ഇച്ചിരി തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അത് അവസാനം വരുമ്പോൾ ഇവർക്കാർക്കും വേണ്ടാത്തത് അതിനെ അങ്ങ് തള്ളും. ഞാൻ വീഡിയോ എടുക്കത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സാമ്പാറൊന്നും എടുക്കത്തില്ലായിരുന്നു, ആ മീൻചാറ് കൂട്ടി കഴിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം വീഡിയോ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്തതാണ്. ഇച്ചിരി സാമ്പാറും ഇത് ഇന്നാളത്തെ കാത്തോരന ഇച്ചിരി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. ഇനി അത് വേറെ ആരും കഴിക്കത്തില്ല, പിന്നെയും അതെനിക്ക് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇച്ചിരി കോവയ്ക്കയും ക്യാരറ്റും ഇട്ട മെഴുക്ക് വരട്ടി അതുണ്ടായിരുന്നു. ഇനി പിന്നെ മീൻ ഞാൻ ചിന്തിച്ച് അത് ഇച്ചിരിയും കൂടെ ഉള്ളായിരുന്നു, പിന്നെ അതങ്ങ് തട്ടിയങ്ങ് ഇട്ട്. പിന്നെ ഇച്ചിരി മീൻചാറ സാമ്പാറിൻ്റെ മുകളിലോട്ടങ്ങ് ഒഴിക്കാം. അന്നേരം ഞാൻ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ സൺഡേ പോയെടുത്ത ആ സ്ഥലങ്ങളാട്ടോ. ഇച്ചിരി ഞാൻ ആ താഴത്തേക്ക് ഇത്തിരി എടുത്തതാണ്.
കണ്ണാടിച്ചെടിയൊക്കെ ഇഷ്ടം പോലെ വേണ്ട. ഇവിടെയൊക്കെ കണ്ണാടിച്ചെടി ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിതൊരു കണ്ണാടിച്ചെടി എന്ന് പറയുന്നത് ഉണ്ട്. മാവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഒത്തിരി. നമ്മുടെ ഇരുമ്പം പൊടി. വാഴയിലൊക്കെ നിൽക്കുന്നുണ്ട്. നാരങ്ങയൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ പപ്പാടെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ നോക്കിയോണ്ടേ ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ക്യാമറ ഓണാക്കി വന്നപ്പോഴത്തേക്കിന് അവൻ ഓടിയിരെല്ലാം കഴിഞ്ഞു ഹെൽമെറ്റ് താത്ത് വെച്ച് അവൻ ആ കണ്ണാടി കൂടെ ഒന്ന് അവനെ നോക്കിയോണ്ട് ഞാനവിടെ വീഡിയോ എടുക്കുന്ന കണ്ട്. അപ്പോഴത്തേക്കിന് അവൻ എന്നെ അടിച്ച് ഭയങ്കര ആക്ഷനും വിടക്കുമായിരുന്നു വണ്ടി. പി മാവൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ താണില്ലേ, പണ്ടൊക്കെ നമ്മളില്ല കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചില കമ്പുകളൊക്കെ കാണുമല്ലോ, ഇത്തിരി കനമുള്ള അതുപോലുള്ള മാവ താണ് നമുക്ക് കയറി അത് ഇരിക്കാം. അപ്പം അവിടുത്തെ കാഴ്ചകൾ കുറേയൊക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അവിടുന്ന് ഇച്ചിരി ദൂരം ഉള്ളായിരുന്നു ഈ കേരള കടയിൽ. അപ്പോൾ ഞങ്ങൾ സാധാരണ പോകുന്ന മീറ്റിംഗ് നടക്കുന്നത് ഇവിടുന്ന് ഇച്ചിരി കൂടെ അങ്ങ് മുന്നോട്ട് പോകണം. ഇത് ഈ കടയുടെ അടുത്താണ്. അപ്പം ഞാൻ ചെന്നുടനെ നോക്കിയത് കപ്പയുണ്ടോയെന്നാണ്. ചില സമയത്ത് ഞായറാഴ്ച കപ്പ അങ്ങ് തീരും. അപ്പോൾ ഉണ്ട്, കപ്പയുണ്ട്. പിന്നെ ഈ കൂർക്ക ഇരിപ്പുണ്ട്. കൂർക്ക എന്നാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കൂർക്ക എന്നും വാങ്ങിച്ച് മെഴുക്കോട്ടെ. ഈ റീച്ചാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. വിലയുണ്ട്, എന്നാലും നമ്മുടെ കൊതിക്ക് നമുക്കൊന്ന് വാങ്ങിക്കാമായിരുന്നു. അപ്പം റീച്ചാന് വേണ്ടിയ സാധനമാണ് ഈ വെട്ട് കേക്കും ഉണ്ണിയപ്പവും. അപ്പം ഞാൻ ചോദിച്ചതാണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ളൊരു സിസ് ഡയമണ്ട്, ഒരു സ്വല്പം മധുരമുള്ള. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ല. ഈ ബോളി പോലുള്ള ഒരെണ്ണമുണ്ടല്ലോ ഇച്ചിരി മധുരമുള്ള. ഇതിനധികം മധുരമില്ല, ഒരു ജസ്റ്റ് ഒരു മധുരമുള്ളായിരുന്നു. അതും ഒരു പാക്കറ്റ് വാങ്ങിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് കേക്കും ഒരു പാക്കറ്റ് ജ്യൂസുമാണ് കുടിച്ചത്. അപ്പം അവിടുന്ന് പോള് പറഞ്ഞ് പപ്പ വരുമ്പം ബർഗർ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. അപ്പം ഞങ്ങളിങ്ങനെ അന്ന് കയറിയ ബേക്കറി അല്ല, വേറൊരു ബേക്കറിയിൽ അവിടെ കയറിയുണ്ടെങ്കിൽ ചിക്കൻ ബർഗറും ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനം വാങ്ങിച്ച്, അതും അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച്. പക്ഷേ ഇവിടെ ഇച്ചിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കയറിയെടുത്ത് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നല്ല സ്വീറ്റ് ബണ്ണും ഞാൻ എടുത്ത് നോക്കിയതേ ഉള്ളൂ. ഇതൊന്നും വാങ്ങിച്ചില്ല ഞാൻ. ഇതൊരു ബേക്കറിയാണ്, അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നല്ല മണമാണ്. അങ്ങോട്ട് കയറുമ്പോഴേ നല്ല കേക്കൊക്കെ ഇങ്ങനെ ബേക്കായിട്ട് വരുന്ന ഒരു മണമുണ്ടല്ലേ അത്. ഈ പോളും അപ്പച്ചനും പ്രൈസനും വീട്ടിലെത്തി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങളിങ്ങെത്തത്തുള്ളൂ. ഞങ്ങളുള്ള കടകളും എല്ലായിടവും കയറി നിരങ്ങി ഈ വരുമ്പോൾ ഒരു സമയമാവും. കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാമേ. ഇത് കേരള കടയെന്നല്ല, ഇത് നമ്മൾ ബേക്കറി കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ മാവാട റിസ്ക് 50 രൂപ. പിന്നെ വാങ്ങിച്ച് 13 5 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം തിളപ്പിക്കുന്നു. പിന്നെ പെട്ട് കേക്ക് 2 എണ്ണം. ഉണ്ണിയപ്പം 1 പാക്കറ്റ് പൊട്ടിച്ച്. ഇത് ശർക്കര. ഏത്തക്ക വെറും പച്ചയായിരുന്നേ. അന്നേരം 1 കിലോ തോരൻ വയ്ക്കാനും വാങ്ങിച്ച്, 1 കിലോ പിന്നെ പഴുക്കുമല്ലോ എന്നുള്ള രീതിയിൽ വാങ്ങിച്ച്. ഇച്ചിരി മഞ്ഞച്ച്. പിന്നെ എൻ്റെ ഫേവറേറ്റ് വൻപയർ കിലോ 160. പിന്നെ ഞാൻ വരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോടുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.